നമുക്ക് ആകാംക്ഷ തോന്നും വീണ്ടും കാണാൻ. ഈ വർഷത്തെ ഏറ്റവും നല്ല ചിത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമാണ്. എൻജോയ് ചെയ്തിരിക്കും. അടുത്തത് എന്തെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ട്. നിരാശയല്ല, ഞങ്ങളിപ്പോൾ വരുമ്പോൾ പറഞ്ഞായിരുന്നു ഓക്കെ ആണോന്ന് വെച്ചാൽ ഓക്കെയാണ്, പക്ഷെ ഓക്കെ അല്ലേന്ന് വെച്ചാൽ ഓക്കെ അല്ല. അതായത് ഒരു ബോറിങ്ങും ഇല്ല, ഒന്നുമില്ല. ഇന്റർവെല്ലിന് പോലും നമുക്ക് എണ്ണിച്ചും പോകാൻ പറ്റുന്നില്ല. അതേ ആലോചന അടുത്ത് എന്താ നടക്കാൻ പോകുന്നത്. നന്നായിട്ടുണ്ട്. നല്ല മൂവിയാണ്. നമുക്ക് ആകാംക്ഷ തോന്നും വീണ്ടും കാണാൻ. നല്ല മൂവിയാണ്. എല്ലാവരും പെർഫോമൻസ് ഗുഡാണ്. അൺപ്രഡിക്റ്റബിൾ ആണ് ക്ലൈമാക്സ്. ഈ വർഷത്തെ ഏറ്റവും നല്ല ചിത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമാണ്. ഇപ്പോൾ നല്ല പടമാണ്. നല്ല പടം, നല്ല സിനിമയാണ്. സസ്പെൻസ് ത്രില്ലറാണ്. അതെ അതെ, ഫുൾ ടൈം 2.5 മണിക്കൂറും നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തിരിക്കും. അടുത്തത് എന്തെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ട്. നല്ലതാണ്. അടിയും ഇരി കേസിന് കുടിച്ച നല്ല പടമാണ്. അഭിനയൊക്കെ നല്ല പൊടിച്ച്. തലവൻ ഞാൻ പറഞ്ഞായിരുന്നു ഒരു കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. ഒരു വലിയ ഭയങ്കരമായിട്ടുള്ള വാച്ചാന്ന് തോന്നിയില്ല. ചില സിറ്റുവേഷൻസ് ഒക്കെയാണ്. ഇൻ്റർവെല്ല് ക്ലൈമാക്സോടെ അടുക്കുമ്പോൾ സിനിമ നമ്മൾ പ്രതീക്ഷിച്ച ഒരു വില്ലൻ ആ ഒരു കാസ്റ്റിങ് ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതാ പറഞ്ഞത്, നിരാശയല്ല. ഞങ്ങളിപ്പോൾ വരുമ്പോൾ പറഞ്ഞായിരുന്നു ഓക്കെ ആണോന്ന് വെച്ചാൽ ഓക്കെയാണ്, പക്ഷെ ഓക്കെ അല്ലേന്ന് വെച്ചാൽ ഓക്കെ അല്ല. എന്തോ ഒരു മിസ്സിങ് ചെറുതായിട്ട്, ബട്ട് വൺ ടൈം വാച്ചബിളായിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. നല്ല അടിപൊളി പടമാണ്. അതായത് ആദ്യം അവസാനം വരെ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ എന്തോ നടക്കുന്ന പോലും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല അടിപൊളി പടം. അതായത് ഒരു ബോറിങ്ങും ഇല്ല, ഒന്നുമില്ല. ഇൻ്റർവെല്ലിന് പോലും നമുക്ക് എണ്ണിച്ചും പോകാൻ പറ്റുന്നില്ല. അതേ ആലോചന അടുത്ത് എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു കോംബോ. ഭയങ്കര എക്സലൻറ്റ് കോംബോ. ഇതെങ്ങനെയാണ് സംവിധാനം ഇങ്ങനെ ഒരു കോംബോ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ള ഐഡിയ നമുക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര 8 ഉള്ളായിരുന്നു, 8 മാത്രമേ ഉള്ളായിരുന്നു. ഈ പടം എന്തായാലും 10/10 ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇത്രയ്ക്ക് സൂപ്പറാണ്. ഒരു 2% പോലും ലാഗില്ല. പെർഫെക്റ്റ്. കുഴപ്പമില്ല, നല്ലതായിരുന്നു. സ്ക്രീൻ പ്ലേ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാമായിരുന്നു എൻ്റെ ഒപ്പീനിയൻ. മിക്സ്ഡ് ഒപ്പീനിയൻസ് ഉള്ള മൂവിയാണ്. ആൻഡ് ഞാനൊരു 7.5 കൊടുക്കും. സെക്കൻഡ് ഹാഫ് സ്ക്രീൻ പ്ലേ നൈസ് ആയിരുന്നു. അങ്ങനെ എനിക്ക് തോന്നിയില്ലായിരുന്നു. ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. എനിക്കറിയത്തില്ല, ഇപ്പോൾ ഒരു ഏജ് വൈസ് അത് ഡിഫർ ചെയ്യാം. ഇപ്പോൾ എനിക്ക് പിന്നെയും കണ്ടിരിക്കാം. കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ബട്ട് സ്റ്റിൽ ലൈക്ക് ഒരു സിനിമാ പ്രേമിയാണെങ്കിൽ എന്തായാലും കണ്ടിരിക്കാം. അല്ലാതെ എനിക്ക് അറിയത്തില്ല, ഓരോ ആൾക്കാരും ഓരോ ഒപ്പീനിയൻ. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 8 അല്ലെങ്കിൽ ഒരു 7.5 കൊടുക്കും. ആസിഫ് അലി നൈസായിരുന്നു. ആസിഫ് അലിനെ എടുത്ത് പറയണം, നല്ല അഭിനയമായിരുന്നു. അത്രേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു, പിടിച്ചിരുത്താം. കോംബോ നന്നായിരുന്നു, നല്ലൊരു കോംബോ ആയിരുന്നു. മോശം പറയാനില്ല. നല്ല ഒരു ഇതായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാനുള്ള നല്ല രസമുണ്ടായിരുന്നു. നല്ല പടമായിരുന്നു. നല്ല ത്രില്ലർ പടമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ത്രില്ലർ. ബിജു മേനോനും ആസിഫ് അലിയൊക്കെ നല്ല അഭിനയം. നല്ലൊരു പടമാണ്, ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. പിന്നെ ഈ ജസ്റ്റോയുടെ സാധാരണ ഒരു ഫീൽ ഗുഡ് മൂവി വെച്ച് നോക്കുമ്പം അതിൽ വിപരീതമായിട്ടാണല്ലോ നല്ലൊരു ട്രൈ ആയിരുന്നു. അത് നല്ല രീതിയിൽ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജിസ്റ്റോയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മറ്റേ OTT ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മച്ച് ബെറ്ററാണ്. പിന്നെ പടം നന്നായിട്ടുണ്ട്, നല്ലൊരു തിരക്കഥ ഇതൊക്കെ ഉണ്ട്. കൂടുതൽ പറഞ്ഞാൽ പിന്നെ സസ്പെൻസ് ആയിപ്പോൾ. നല്ല പടമാണ്, തിയേറ്ററിൽ കാണാൻ പറ്റിയ പടം. കോംബോ നമ്മൾ ഓൾറെഡി അനുരാഗ് കരിക്കുമ്പള്ളത്തിൽ ഇതിലെ കണ്ടുള്ളതാണല്ലോ. ഇതിൻ്റെ അത് തന്നെ ഒരു ഈഗോ ക്ലാഷാണ് കാണിക്കുന്നത്, ബട്ട് അതല്ല ഫോക്കസ് ചെയ്യുന്നത്. അത് ആക്ച്വലി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്, ത്രില്ലർ അടിപ്പിക്കാനുള്ളതുണ്ട്. ലാഗൊന്നും ഇങ്ങനെ അധികമില്ല. തലവൻ ഒരു വലിയ വ്യത്യസ്തമായ അനുഭവമാണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ഇതുപോലൊരു പോലീസ് സ്റ്റോറി എവിടെ ഇറങ്ങിയിട്ടില്ല, മലയാള സിനിമ ഇറങ്ങിയിട്ടില്ല. തിരക്കഥ സൂപ്പർ. അതുമല്ല, അഭിനേതാക്കളുടെ പെർഫോമൻസ് എല്ലാം മികച്ചു നിന്നു. എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നൊരു നല്ല ഇതുവരെ ഇറങ്ങിയില്ല. ഞാൻ ഇന്നലെ ടർബോ കൊണ്ട ആളാണ്. പക്ഷേ ടർബോയ്ക്ക് ഇപ്പോൾ മമ്മൂട്ടിയൊക്കെ ഒരു ഹൈപ്പ് കിട്ടിയെങ്കിൽ പോലും സിനിമ എന്ന രീതിയിൽ അതിനേക്കാൾ ഒരുപാട് മുകളിലാണ് തലവൻ നിൽക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്.